എല്ലാവർക്കും നമസ്കാരം. ഈ വാടക അല്ലെങ്കിൽ വരുമാനം ലഭിക്കും എന്ന പ്രതീക്ഷയിൽ മുമ്പോട്ട് കെട്ടിടങ്ങൾ നിർമ്മിച്ച് വെക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തുടങ്ങട്ടെ. ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം മനോരമയിൽ ഒരു വാർത്ത വന്നു. അതിദാരിദ്ര്യം ഉള്ളവരുടെ കുടുംബങ്ങളെക്കുറിച്ചൊരു സർവേ നടത്തിയപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ 12,326 കുടുംബങ്ങൾ കടക്കണിയിലാണ് എന്ന് ഒരു റിപ്പോർട്ട് കിട്ടി. അതിൽ നല്ലൊരു ശതമാനം വീട് പണിയാൻ ലോൺ എടുത്തു. അതിൽ തന്നെ മിക്കരും ജപ്തി നേരിട്ടുകൊണ്ടിരിക്കുക. ഇതിൽ 19.6% ആളുകൾ ₹1 പോലും തിരിച്ചടച്ചിട്ടില്ല. ലോൺ എടുത്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ തിരിച്ചെടുത്തിട്ടില്ല. ഈ അതിദരിദ്രർ ഇല്ലാത്ത ഒരു സംസ്ഥാനം എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ആസൂത്രണ ബോർഡ് നടത്തിയ സർവേയിലാണ് ഈ കാര്യമുള്ളത്. അതിദരിദ്രർ ഇല്ലാത്ത ഒരു സംസ്ഥാനം പ്രഖ്യാപനത്തിന് മുടക്കൊന്നുമില്ലല്ലോ. ജില്ല തിരിച്ചുള്ള കണക്കുകൊണ്ട് കൂടുതൽ ദരിദ്രരുള്ളത് സംസ്ഥാന ഭരണകേന്ദ്രമായ ജില്ലയായ തിരുവനന്തപുരത്തിൽ 1963 അതിദരിദ്രർ തിരുവനന്തപുരത്തുണ്ട്. പിന്നെ കുറവുള്ളത് കോട്ടയം ജില്ലയിലാണ്, 154 പേരെ ഉള്ളതെന്നാണ് പറയുന്നത്. ഇതൊക്കെ സാങ്കേതികമായ കണക്കുകളാണ്. അപൂർവം കുറച്ച് ആളുകളെയൊക്കെ എടുത്തു വെച്ച് എന്നതിലൊക്കെ ഒപ്പിക്കുന്നതാണ്. യഥാർത്ഥം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ പത്രങ്ങളിൽ വരുന്ന ജപ്തി നോട്ടീസുകൾ നോക്കണം. അതായത് ഈ സർക്കുലേഷൻ ഉള്ള പത്രങ്ങളിൽ വളരെ കുറവാണ് ഇങ്ങനത്തെ നോട്ടീസുകൾ വരുന്നത്. സർക്കുലേഷൻ കുറവുള്ള പത്രങ്ങൾ എടുത്തു വെച്ച് ഒരു 10-15 പത്രം കേരളത്തിലുണ്ട്. അതെല്ലാം കൂടെ എടുത്തു വെച്ച് നോക്കിയാൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ ചില വർഷങ്ങളായിട്ടുള്ളത് നോക്കിയാൽ, പത്രത്തിനകത്തൊക്കെ ഒരു ദിവസം 10-50 ജപ്തിയുടെ പരസ്യങ്ങളാണ്. 1 ലക്ഷം രൂപ മുതൽ കോടികൾ വരെ ഈടാക്കാനായിട്ടാണ് ജപ്തികൾ നടത്തുന്നത്. 1 ലക്ഷം രൂപ മുതൽ കോടികൾ വരെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നോക്കിയതൊക്കെ 1 ലക്ഷം രൂപ മുതൽ ഒരു 5 കോടി രൂപയ്ക്ക് താഴെയുള്ള പദ്ധതികളാണ് മിക്കതും. അതിൽ കൂടുതലുള്ളതൊന്നും ജപ്തി ചെയ്യുന്നില്ലല്ലോ. നമുക്ക് ഇന്ത്യയിലെ ചരിത്രങ്ങളൊക്കെ അറിയാമല്ലോ. ജപ്തി എവിടെയാണ് നടക്കുന്നത് ഒക്കെ നമ്മൾ നോക്കുമ്പം അതിനൊക്കെ ഒരു പരിധി വരെ ഉള്ളവരുടെ അടുത്തോട്ട്, അതിനപ്പുറത്തോട്ട് പിന്നെ ജപ്തിയും റിക്കവറി ഒന്നുമില്ല. വേണ്ടി വന്നാൽ എഴുതള്ളിക്കളയും. ഇനി ബാങ്കിൻ്റെ റിക്കവറി ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, കുറച്ചു കാലമായിട്ട് ആളുകളെ കൊണ്ട് പണം അടയ്ക്കാൻ കഴിയുന്നില്ല. കുടിശ്ശിക ആയിക്കഴിഞ്ഞാൽ അത് പിന്നെ ജപ്തിയായി പോവുക. അവരെ കൊണ്ട് പിന്നെ തിരിച്ചും മറിച്ചും എടുക്കാനോ അതിൻ്റെ ബാധ്യത തീർക്കാനോ ഒന്നും കഴിയുന്നില്ലെന്നാണ് മനസ്സിലാകുന്നത്. അപ്പം ഞാൻ ഈ ദിവസങ്ങളിൽ ചില പത്രപരസ്യങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. വീടും കൃഷിസ്ഥലവും പണയം വെച്ച് കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങൾ നിർമ്മിക്കും. വീടും കൃഷിസ്ഥലവും പണയം വെച്ച് ലോൺ എടുത്ത് കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾ നിർമ്മിക്കും. അപ്പോൾ അവർ ചിന്തിക്കുന്നത് തന്നെ, സമാധാനപരമായിട്ട് കൃഷിയും ചെയ്ത് കിട്ടുന്നത് കൊണ്ട് വീടും കഴിഞ്ഞുകൊണ്ടിരുന്നതാണ് പലരും. അപ്പോൾ അവരെന്നാ കാണിച്ചു, ഒരു അധിക വരുമാനം വരാൻ വേണ്ടി എവിടെയെങ്കിലും ഇച്ചിരി റോഡ് സൈഡിലുള്ള സ്ഥലങ്ങളിൽ കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾ അങ്ങ് പണിയും. ഈ കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾ അങ്ങ് പണിത് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഈ വീടും ഈ കൃഷിസ്ഥലവും കൂടി അങ്ങോട്ട് പണയം വെക്കും. ഈ ദിവസങ്ങളിൽ ഞാൻ പല പരസ്യങ്ങൾ എടുത്ത് നോക്കുമ്പോഴും വീടും പുരയിടവും ഈ കൊമേഴ്സ്യൽ ബിൽഡിങ്ങും എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാക്കണം, ഈ കൊമേഴ്സ്യൽ ബിൽഡിങ് പണിയാൻ വേണ്ടി എടുത്തതാണ്. ഈ കൊമേഴ്സ്യൽ ബിൽഡിങ് പണിയാൻ എടുത്തു കഴിയുമ്പം ഇത് ഉദ്ദേശിക്കുന്ന പോലെ വാടകയ്ക്ക് പോയില്ലെങ്കിൽ പിന്നെ ഈ ലോൺ എങ്ങനെ അടയ്ക്കും? കൃഷിസ്ഥലത്തുനിന്ന് ഉദ്ദേശിക്കുന്നത് പോലെ ലോൺ അടയ്ക്കാനും മാത്രം ഒന്നും സാധാരണപ്പെട്ട കൃഷിയിലൊന്നും കിട്ടുകയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സത്യം. ഇനി കണ്ടമാനം ഏലമൊക്കെ ഉള്ളവർക്ക് ചിലപ്പം വല്ലതും നടന്നാലും റബ്ബറിൽ നിന്നോ തെങ്ങിൽ നിന്നോ, തെങ്ങൊന്നും ഇപ്പോൾ ഒരിടത്തും ഇല്ല, കായ്ക്കുന്നില്ല. തെങ്ങ് കുറേ മണ്ട പോയ തെങ്ങല്ല കേരളത്തിലുള്ളൂ. അപ്പോൾ അതിൽ നിന്നൊന്നും ഇത് അടയ്ക്കാൻ പറ്റിയല്ല. ഇനി വാടകയ്ക്ക് കൊടുത്താൽ പോലും കൃത്യമായി വാടകയും കിട്ടുകയില്ല. കഴിഞ്ഞ ദിവസം കൊല്ലത്തുള്ള എൻ്റെ ഒരു സ്നേഹിതൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറയുക, 3 ഷട്ടർ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷേ കുറച്ച് കാലമായിട്ട് വാടകയില്ല. അപ്പം വളരെ മയത്തോടുകൂടി അവരെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ കിട്ടുന്നത് പോലെ എന്നതേലും ഞങ്ങൾക്ക് എനിക്കും പിന്നെ അത് മുന്നോട്ട് പോട്ടെ. അപ്പോൾ അവരെടുത്തടിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളിത് വിട്ടേക്കാം. അപ്പോൾ ഉടനെ തന്നെ ചോദിച്ചു, അതിനെ അങ്ങനെ പറഞ്ഞെന്ന് ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അതെ, അവരത് വിട്ടിട്ട് പോയാൽ അത് തൂക്കാനും മാറാനും പോലും ആരും ഇല്ലല്ലോ, അതുകൊണ്ട് അവരത് വല്ലപ്പോഴും ഒന്ന് തൂത്തുവാരിയാലും ഇടട്ടെ എന്നോർത്ത് ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞതാണ്. പിന്നീട് അതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു, കേരളത്തിൽ അടഞ്ഞു കിടക്കുന്ന ഷട്ടറുകൾ, കേരളത്തിൻ്റെ ഐശ്വര്യമെന്നും പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാകും, കഴിഞ്ഞ ഒരു 5 കൊല്ലത്തെ ഒരു നിർമ്മാണത്തിൻ്റെ ചരിത്രം നോക്കിയാൽ ഈ വീടുകൾ അധികം പണിയാതെ കഴിഞ്ഞൊരു 5 കൊല്ലം കൊണ്ട് കൂടുതലും പണിതത് ഷട്ടറുകളാണ്. കടമുറികൾ അങ്ങോട്ട് പണിത് കൂട്ടി. മിക്കതിനും വാടകക്കാരില്ല.
മിക്കതിലും വാടകക്കാരില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ ഒക്കെ പോയി കഴിഞ്ഞാലും ബാക്കിയുള്ള മിക്ക കെട്ടിടങ്ങളും, പ്രത്യേകിച്ച് മെയിൻ റോഡ് ഫേസ് ചെയ്തിരിക്കാത്ത ഷട്ടറുകളൊന്നും മിക്ക സ്ഥലത്തും ഫുള്ള് പോകുന്നില്ല. ഇനി വാടകക്കാരില്ലെങ്കിലും ബാങ്കിന് EMI കൃത്യം വേണം. കുടിശ്ശിക ആയിട്ട് അടയ്ക്കുന്നതാണ് ബാങ്കിന് ഇഷ്ടം. ബാങ്കുകളുടെ ഒരു പൊതു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ആ ഡേറ്റിൽ കറക്റ്റായിട്ട് EMI അടയ്ക്കുന്നവരെ അവർ ബഹുമാനിക്കുന്നു എന്നൊക്കെ പറയുന്നത് ചുമ്മാ പറയുന്നത്. ബാങ്കുകാർക്ക് ആ ഡേറ്റ് തെറ്റി അതിൻ്റെ പിഴയും പലിശയും എല്ലാം കൂടെ കൂട്ടി ഇടയ്ക്ക് ഒരു 2 വർത്തമാനമൊക്കെ പറയാനുള്ള അവസരം ഉണ്ടായി. അവർക്ക് ഈ ഉപഭോക്താവിനെ 4 വർത്തമാനവും പറയണം. ഉപഭോക്താവ് അത് കഴിഞ്ഞ് ECS തെറ്റിയതിന് ഉള്ള പിഴ, ചെക്ക് ബൗൺസിങ് ചാർജ്, ഇതെല്ലാം കൂടെ കൂട്ടി പിന്നെ ലോണിൻ്റെ പിഴപ്പലിശ, ഇതെല്ലാം കൂടെ കൂടുമ്പോൾ ബാങ്കിന് ഒരു തുക കൂടുതൽ കിട്ടും. അങ്ങനെ അടയ്ക്കുന്ന കസ്റ്റമർമാരെയാണ് ബാങ്കിന് ഇഷ്ടം. അതാ സത്യം. കാരണം എപ്പോൾ വിളിച്ചാലും ഈ കസ്റ്റമർ ഇങ്ങനെ വളഞ്ഞു നിന്നോളും, ബാങ്കുകാരൻ എന്നാ വേണം പറയുകയും ചെയ്യാം. അങ്ങനെ ബാങ്കിന് മൊത്തം വാടക പോയില്ലെങ്കിലും അല്ലെങ്കിൽ ഷട്ടറുകളെല്ലാം വാടകയ്ക്ക് പോയില്ലെങ്കിലും ബാങ്കിന് EMI വേണം. ഇനി സർക്കാരിനോ? സർക്കാരിന് കൃത്യമായിട്ട് ടാക്സ് വർഷാവർഷം വേണം. ഇപ്പോൾ ഡിസംബറിലും അല്ലെങ്കിൽ മാർച്ചിലും ജൂലൈയിലും ഒക്കെ പിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഒരു ദിവസം തെറ്റിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ ആ ഒരു വർഷം പൂർത്തീകരിച്ചിട്ട് 2 ദിവസം തെറ്റിപ്പോയി കഴിഞ്ഞാൽ അന്നേരം തന്നെ വില്ലേജ് ഓഫീസ് വഴി റവന്യൂ റിക്കവറിക്ക് അങ്ങ് വിട്ടേക്കുക. സർക്കാരിന് പൈസ എന്നാലും വേണം. കെട്ടിടം വാടകയ്ക്ക് കൊടുത്തോ വാടകയ്ക്ക് കൊടുത്തില്ലയോ ജനത്തിന് ഇത് മെച്ചമാണോ, ഇതൊന്നും സർക്കാരിന് അറിയേണ്ട കാര്യമില്ല. പൈസ കിട്ടണം. ബാങ്കുകാർക്ക് അതികൂടുതലാണ്. ഇനി വേറൊരു പ്രധാന വിഷയമുള്ളത് ഈ ആവശ്യങ്ങൾക്കുതകാത്ത അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ പലരെയും വലിയ ബാധ്യതയിലാക്കിയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഹോളുകൾ പണിതിട്ട് അത് പിന്നീട് റൂമുകളാക്കി കൊടുക്കാൻ പറ്റിയല്ല. ഹോളുകൾ പോലെ പണിത് വെച്ചിട്ട് ഈ ഡബിൾ ഹൈറ്റിലൊക്കെ വലിയ ബിൽഡിങ്ങുകൾ പണിത് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് സിംഗിൾ ഹൈറ്റിലുള്ള ഷട്ടറുകളൊന്നും ആക്കാൻ പറ്റത്തേയില്ല. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റുകളുടെ ആവശ്യത്തിന് വേണ്ടി പണിയുന്ന കെട്ടിടങ്ങൾ പിന്നീട് മറ്റൊരാവശ്യത്തിനും ആക്കി കൊടുക്കാൻ പറ്റിയല്ലത്. സൂപ്പർ മാർക്കറ്റുകൾ നെടുനീളം പൂട്ടുവാതാനും. ഗ്രാമങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ഷട്ടറുകളുടെ നിരകൾ പണിതാൽ അതിന് വാടകക്കാരില്ല, ആവശ്യക്കാരില്ല. വിൽക്കാൻ ശ്രമിച്ചാൽ വാങ്ങാൻ ആളുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ ഒരു കുഗ്രാമത്തിൽ കൂടെ പോയപ്പോൾ അവിടെ ഒരു 8-10 ഷട്ടർ പണിത് കിടക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബന്ധുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാം, ആരെങ്കിലും ഒരു വാടകക്കാരൻ വരും 2000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 2000 രൂപയ്ക്ക് ആരെങ്കിലും വന്ന് 3 മാസം കയറിയിരിക്കും. 3 മാസം കഴിയുമ്പോൾ അവൻ പോകും. വാടകയും കൊടുക്കുകയില്ല. അവൻ 5000 രൂപ സെക്യൂരിറ്റിയൊക്കെ വെച്ചാൽ ഇരിക്കുന്നത്. കൊടുക്കുകയില്ല. അവസാനം കറണ്ട് കാശ് പോലും പെൻഡിങ്ങായിരിക്കും. ഇപ്പോൾ ആ കെട്ടിടം പല പ്രാവശ്യം വിൽക്കാൻ ശ്രമിച്ചിട്ട് അത് മേടിക്കാനും ആവശ്യമില്ല. അത് വിൽക്കാൻ ശ്രമിച്ചിട്ട് അത് മേടിക്കാൻ ആളില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് ഒത്തിരി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അടുത്ത കാലത്ത് ഒത്തിരി കോളേജുകൾ നിന്നുപോയി. നിങ്ങൾ ഓരോ സ്ഥലത്ത് നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഈ വലിയ കോളേജുകൾ, ഈ സ്വകാര്യ കോളേജുകൾ, വലിയൊരു കോളേജ് നിന്നാലുണ്ടല്ലോ എന്തുമാത്രം കെട്ടിടങ്ങളാണ് അതിനകത്ത് കിടക്കുന്നത്. പല കോളേജുകളും ഇപ്പം നിന്നുപോയി. ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് ഒത്തിരി കോളേജുകൾ നിന്നുപോയ കോളേജുകൾ അറിയാം. ഞാൻ എൻ്റെ പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പലരോടും പറയുമ്പം പല കോളേജുകളും ഈ വർഷം പല ബാച്ചുകളും നിൽക്കും. പിള്ളേരില്ല. ഒരു കാര്യമുണ്ട്, ഇപ്പോൾ പഠിക്കാത്ത പിള്ളേരോട് ചോദിക്കുമ്പം അവർ പറയുന്നത് എന്നാണെന്നറിയോ? പഠിച്ച പിള്ളേർക്ക് പണിയില്ല, പിന്നെയല്ലേ പഠിക്കാത്ത പിള്ളേർക്ക് പണി. MSCയും MTechും ഒക്കെ കഴിഞ്ഞ ഒരു തേരാപാര നടക്കുക പണിയില്ലാതെ. അപ്പോൾ പിന്നെ പഠിക്കാത്ത കുഴപ്പന്മാർ പിള്ളേർ പറഞ്ഞാൽ അവർക്ക് പണിയില്ല, പിന്നെ ഞങ്ങളെന്തിനാ പഠിച്ച് ചുമ്മാ ഇത്രയും പടാപ്പാട് വിട്ട് പഠിച്ചിട്ട് അവർക്ക് പണിയില്ല. അത് പറയുന്നതിനകത്തൊരു സത്യമുണ്ട്. താനും പറയുന്നതിനകത്തൊരു സത്യമുണ്ട്. ഇവിടെ പണിയില്ലാത്തതുകൊണ്ട് പിള്ളേർ വെളിയിൽ പോയി. വെളിയിൽ ചെന്നപ്പോൾ അവിടെ അതുങ്ങൾക്ക് പണിയില്ല, പാത്രം കഴുകാനും ഒക്കെ ഉള്ളൂ. ഇവിടെ പാത്രം കഴുകാൻ പോലും ഇല്ലാത്തതുകൊണ്ടല്ലേ ഈ പോകുന്നത്. അപ്പോൾ ഞാൻ കെട്ടിടങ്ങൾ പണിയാൻ ഉദ്ദേശിക്കുന്ന ആളുകളോട് പറയട്ടെ, ആവശ്യങ്ങൾക്ക്, അതായത് നാളുകളിൽ നിങ്ങൾക്ക് വരാനുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ ബാലൻസ് പണം ഉണ്ടെങ്കിൽ, ബാങ്ക് ലോൺ എടുക്കാതെ പണിയാൻ കഴിയുമെങ്കിൽ, എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് മിച്ചം പണം ഇരിപ്പുണ്ട്, വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒരു കുറേ കാലത്തേന് വീട്ടാവശ്യങ്ങൾക്കെല്ലാം നടക്കാനുള്ള പണമൊക്കെ ഉണ്ട്, അതും കഴിഞ്ഞെല്ലാം ബാലൻസ് പണം ഇരിപ്പുണ്ട്, ലോണൊന്നും എടുക്കാതെ പണിയാം. ഇനി ഇത് വാടകയ്ക്ക് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, വാടകയ്ക്ക് കൊടുത്തില്ലെങ്കിലും സർക്കാരിനുള്ള ടാക്സൊക്കെ കയ്യിൽ നിന്ന് കൊടുത്തോളാം, കൃത്യമായിട്ട് ഇത് തൂത്തുവാരി മെയിൻറ്റെയിൻ ചെയ്ത് പെയിൻറ്റുമൊക്കെ അടിച്ചിട്ടോളാം എന്നൊക്കെ ചിന്തയുള്ള ആളുകൾ, അങ്ങനെയൊക്കെ സാഹചര്യങ്ങളില്ലാത്തവർ ഈ മേഖലയിലേക്ക് തിരിയരുത്. ഈ മേഖലയിലേക്ക് തിരിഞ്ഞാൽ ഒന്നാമത് ഈ കെട്ടിട ഉടമസ്ഥന്മാരെയൊക്കെ സർക്കാർ ഇപ്പോൾ കാണുന്നത് ശത്രുക്കളെ പോലെയാണ്.
അതുകൊണ്ടാണല്ലോ ഡേറ്റ് ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഉടനെ റവന്യൂ റിക്കവറിക്കൊക്കെ പറഞ്ഞു വിടുന്നത്. അതുകൊണ്ട് ഈ ശത്രുവായിട്ടൊക്കെ കാണുന്ന ഒരു അവസ്ഥയുള്ളത് കൊണ്ട് ഇതിനകത്തുനിന്ന് വരുമാനം ഉണ്ടാകുമെന്നുള്ള കണക്കുകൂട്ടലിൽ ഇനിയുള്ള കാലത്ത് നഗരങ്ങളിലൊക്കെ, വലിയ നഗരങ്ങളിലൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കും, അതിനെക്കുറിച്ച് ഞാൻ പറയാറാകില്ല. പക്ഷേ ഒരു ആവറേജ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പണിതു വെച്ചാൽ അത് ചിലവല്ലാതെ വരുമാനം ഉണ്ടാകുകയല്ലെന്നും വാടകക്കാരില്ലെങ്കിലും EMI അടയ്ക്കണമെന്നും നികുതി അടയ്ക്കണമെന്നും ഉള്ള ബോധ്യത്തിൽ ഓർത്തോണ്ട് വേണം ഈ കൈ പൊള്ളുന്ന വിഷയത്തിൽ പോയി തലയിടാൻ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.